ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു BMW X5 ആണ്. X5ൻ്റെ M വേർഷനാണ്. ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്ന ഒരു V8 എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഈ ഒരു വാഹനത്തിലൊരു DTC വന്നിട്ടുണ്ട്. ആ DTCയെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ 201 ചാർജ് എയർ കൂളിംഗ് സിസ്റ്റം ഡ്രൈ റണ്ണിങ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു DTC വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു DTCക്ക് എന്താണ് കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻറ്റ് എന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വാഹനത്തിൽ ഞാൻ പറഞ്ഞു 2 കൂളൻ ടാങ്കാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം, അതേമാതിരി തന്നെ ഒന്ന് ഈ ഒരു സൈഡിലും കാണാം. ഈ ഒരു സൈഡിലുള്ള കൂളൻ ടാങ്കിനകത്ത് കൂളൻ്റ് കുറഞ്ഞത് കാരണമാണ് ഈ ഒരു ഫോൾട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഇത് കണ്ടല്ലോ, നിങ്ങൾ ക്യാപ്പ് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കൂളൻ്റ് കാണാൻ സാധിക്കത്തില്ല. ഇതിന് കോമൺ ആയിട്ട് കുറച്ചധികം കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്, കുറച്ച് ഹോസുകൾ ലീക്ക് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം, എവിടെ നിന്നൊക്കെയാണ് ലീക്ക് വരാറെന്ന്. ഇനി ഈ സൈഡിലുള്ള കൂളൻ്റ് റിസർവോയർ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതിനും കോമൺ ആയിട്ട് കുറേയധികം കംപ്ലൈൻറ്റുകളൊക്കെ വരാറുണ്ട് ലീക്കിൻ്റെയൊക്കെ. എന്നാൽ ഈ ഒരു വാഹനത്തിൽ അതിൽ കൂളൻ്റൊക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ എവിടെ നിന്നാണ് കൂളൻ്റ് ലീക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത, നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് ഇതേപോലെയുള്ള വാഹനങ്ങൾ കംപ്ലൈൻറ്റ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതേപോലെയുള്ള വാഹനങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബോണറ്റ് വന്ന് തലയിലൊക്കെ വീഴാതെ ശ്രദ്ധിക്കണം. അതേമാതിരി അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിരിക്കണം. ഈ വാഹനത്തിൻ്റെ ബോണറ്റിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ AC ഗ്യാസിൻ്റെ കപ്പാസിറ്റിയും അതേമാതിരി ഏത് ഗ്രേഡ് ഗ്യാസാണ് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാം. ഈ ഒരു വാഹനത്തിൽ വൈപ്പർ വാഷറിൻ്റെ വാണിംഗ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇവിടെ വെള്ളം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേമാതിരി തന്നെ ഈ ഒരു വാഹനത്തിൽ ഇവിടെ ആയിട്ടാണ് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിലിൻ്റെ ടാങ്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് CHF 11S ആണ് വരുന്നത് ഈ ഒരു വാഹനത്തിൽ. ഇനി അതേമാതിരി തന്നെ ഈ ഒരു വാഹനത്തിൽ നമ്മളിപ്പോൾ കൂളൻ്റ് ഫില്ല് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മളിതിൻ്റെ ഹോസിൻ്റെയൊക്കെ എസ്റ്റിമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻറ്റ്, എവിടെ നിന്നൊക്കെയാണെന്നൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു തരാം. ഈ ഒരു വാഹനത്തിൽ ഇപ്പം നിലവിൽ വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മളിപ്പോൾ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2000 കിലോമീറ്റർ കഴിഞ്ഞ് ഇതിൻ്റെ സർവീസിനുള്ള സമയവുമായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റിയ ഒരു നല്ല വർക്ക്ഷോപ്പാണ് അബുദാബിയിലും ദുബായിലുള്ള ആര്യ ഓട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തിപ്പോൾ നമ്മൾ കൂളൻ്റ് ഫില്ല് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പം നിലവിൽ വേറെ വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ട്രാൻസ്മിഷൻ ഒരു പ്രത്യേകത ഒരു ട്രാൻസ്മിഷനാണ്. ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതാണ്. ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് പാർക്കിൻ്റെ ഒരു സ്വിച്ച് കാണാൻ സാധിക്കത്തില്ല. ഇനി പാർക്കിലോട്ട് നിങ്ങൾ ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പാർക്കിലോട്ട് ആവത്തുമില്ല. അതാവണമെങ്കിൽ ഞാൻ ഒരു സിമ്പിൾ ട്രിക്ക് കാണിച്ചു തരാം. ഈ ഒരു വാഹനത്തിൽ ഇഗ്നിഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നോർമലായിട്ട് പാർക്കിലോട്ട് പോകുന്നതാണ്. ഇത് കണ്ടല്ലോ, ഇപ്പം നിലവിൽ പാർക്കിലാണുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗിയർ ലിവറിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിലോട്ടാക്കാൻ സാധിക്കത്തില്ല. ഇനി അതേമാതിരി തന്നെ നമ്മളിപ്പോൾ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു. ഇപ്പോൾ നിലവിൽ DTCയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.